ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്ത്. മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസുകൾ നിയമവിരുദ്ധമാണെന്നാണ് ലോക്കൽ ടാക്സി ഡ്രൈവർമാരുടെ വാദം. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ടാക്സി മേഖലയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കുകയാണ്. ആനച്ചാലിൽ വെച്ച് ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിച്ചുവെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇത്രയും കാലം ഒരു പ്രശ്നങ്ങളുമില്ലാതിരുന്ന ഈ മേഖലയിൽ ഓൺലൈൻ ടാക്സികളുടെ കടന്നുവരവോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും തങ്ങൾക്ക് ലഭിക്കുന്ന ഓട്ടങ്ങൾ ഇല്ലാതാക്കാനായി വളരെ കുറഞ്ഞ നിരക്കിലാണ് ഓൺലൈൻ ടാക്സികൾ സർവീസ് നടത്തുന്നതെന്നും ലോക്കൽ ടാക്സി ഡ്രൈവർമാർ പരാതി ഉന്നയിക്കുന്നു. കൂടാതെ മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസുകൾ നിയമവിരുദ്ധമാണെന്നും ലോക്കൽ ടാക്സി ഡ്രൈവർമാർ പറഞ്ഞു. അവർ സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. IA 2/2025 എന്നും പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അവരെടുത്തു പറയുന്നുണ്ട്, 2017 ഓർഡറിൽ ഞങ്ങൾക്ക് എയർപോർട്ട് പരിസരവും റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ കൊച്ചിയിൽ ഓടാനുള്ള ഒരു പെർമിഷനെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഓൾ ഓവർ കേരള തരണമെന്നും പറഞ്ഞുകൊണ്ട് DGPക്ക് വീണ്ടും ഒരു ഓർഡർ കൊടുക്കാൻ പറഞ്ഞ് അവർ ഹൈക്കോടതിയിൽ ഒരു അഫിഡേവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഓർഡറിൽ 2017 ഓർഡറിൽ അവർക്ക് എറണാകുളം മാത്രം ഓടാനുള്ള ഒരു ഓർഡറേ കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിച്ചുവെന്ന പ്രചാരണവും പരാതിയും അടിസ്ഥാനരഹിതമാണെന്നും ആനച്ചാൽ സ്വദേശിക്ക് ലഭിച്ച ഓട്ടം കുറഞ്ഞ നിരക്കിൽ പിടിച്ചത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും ആനച്ചാൽ കാർ ടാക്സി യൂണിയൻ CATU സെക്രട്ടറി ജോൺ മാത്യു പറഞ്ഞു. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് SIയുടെ അടുത്ത് വണ്ടി കാണിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ച് അവിടുന്ന് ഒരു തർക്കമില്ലാത്ത രീതിക്ക് നമ്മൾ പറഞ്ഞ് പിരിഞ്ഞതാണ്. ഈ വണ്ടി ഇവിടുന്ന് ട്രിപ്പ് എടുക്കണ്ട എന്ന് പറഞ്ഞ് വെള്ളത്തൂർ സ്റ്റേഷനിലെ SI പറഞ്ഞു വിടുകയും അതോട് അനുബന്ധിച്ച് ഡ്രൈവറുമായിട്ട് ഞങ്ങളും സ്നേഹത്തോടെ പിരിഞ്ഞ് അവിടുന്ന് ആനച്ചാലിലെത്തി. നമ്മളവിടുന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രാത്രി ഒരു 9 മണി 9:30 ശേഷം ഉള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ആ വണ്ടി വീണ്ടും അവിടെ തന്നെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും ഇടപെട്ട് ഈ വണ്ടി എന്താണ് ഇവിടെ കിടക്കുന്നത്, ഇവിടുന്ന് SI അടക്കം പറഞ്ഞു വിട്ട വണ്ടി വീണ്ടും ഇവിടെ കിടക്കുന്നത് എന്തിനാണ്, ഇവിടെ നിന്ന് ട്രിപ്പ് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ സാധാരണക്കാർ ഇവിടെ കുറേ പേര് വർഷങ്ങളായിട്ട് ഈ ജോലി എടുത്ത് ജീവിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത് പോകണം എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതേസമയം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിന്റെ സൂചന നൽകിയുള്ള ശബ്ദ സന്ദേശങ്ങൾ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. കയ്യാങ്കളിയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് പ്രചരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ DGP അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായി KDSP ഓൾ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ചെയർമാൻ സുമേഷ് കുമാർ, പ്രസിഡന്റ് നാരായണസ്വാമി, സെക്രട്ടറി P തമ്പിദുരൈ, ആനച്ചാൽ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ജോൺ മാത്യു, സെക്രട്ടറി PU അനിൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.